വെനസ്വേലയുടെ നേതാവ് നിക്കോളസ് മഡുറോയ്ക്കു നേരെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി ഇറാനുള്ള മുന്നറിയിപ്പാണ്. ട്രംപിന്റെ ഡെൽറ്റ ഫോഴ്സ് ഇനി ജീവനോടെ ബന്ദിയാക്കുക ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവിനെയാണെന്ന അഭ്യൂഹം ശക്തമാവുകയാണ്. ഖമേനിക്ക് പല മുന്നറിയിപ്പ് ട്രംപ് നൽകി കഴിഞ്ഞു. കൂടാതെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രക്ഷോഭം നടത്തുന്ന ഇറാൻ ജനതയ്ക്ക് നേരെ ഇറാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു അയവുമില്ലാത്ത ക്രൂരതയാണ് നടക്കുന്നത്. ഇറാനിൽ ഖമേനി ഭരണത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുന്നവർക്ക് നേരെ നടത്തുന്ന വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ബഹളക്കാരെ അടിച്ചമർത്താനാണ് ഖമേനി പട്ടാളക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എങ്കിലും ടെഹ്റാൻ മുതൽ ഷിറാസ് വരെ, മഷാദ് മുതൽ മലേഷാഹി വരെ പ്രകടനക്കാർ ശക്തമായ പ്രകടനങ്ങളാണ് നടത്തുന്നത്. കലാപകാരികളായ ശത്രുക്കൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ലെന്ന് ആയത്തുള്ള ഖമേനി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഖമേനിയുടെ ഈ പ്രസ്താവനയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നത് എക്സ് എന്ന മാധ്യമത്തിന്റെ ഉടമ എലോൺ മസ്ക് ആണ്. കലാപകാരികൾക്ക് മുമ്പിൽ കീഴടങ്ങില്ലെന്നത് സ്വപ്നങ്ങളിൽ മാത്രമേ സാധ്യമാകൂ എന്നാണ് ഇലോൺ മസ്ക് പ്രസ്താവിച്ചിരിക്കുന്നത്. കലാപകാരികളോട് നിയന്ത്രണം പാലിക്കാൻ യൂറോപ്പ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വെനസ്വേലയുടെ മറുഡോയെ പിടികൂടിയതോടെ ഇറാനിലെ കലാപകാരികൾക്ക് ആവേശം ഇരട്ടിയായിരിക്കുകയാണ്. ഏതായാലും ട്രംപ് തങ്ങളുടെ രക്ഷയ്ക്ക് എത്തുമെന്ന് അവർ കരുതുന്നു. കലാപകാരികളെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് താക്കീത് നൽകിയിരുന്നു. എന്നാൽ ട്രംപിനെ തള്ളിയാണ് ഖമേനി പട്ടാളക്കാർക്ക് സമരക്കാരെ അടിച്ചൊതുക്കാൻ ആഹ്വാനം നൽകിയിരിക്കുന്നത്. അതേസമയം ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ തകർന്ന ശേഷം ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ഒരു ഭാഗത്ത് വിലക്കയറ്റവും മറുഭാഗത്ത് ഇറാൻ കറൻസിയുടെ മൂല്യത്തകർച്ചയും രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയതോടെയാണ് ജനങ്ങൾ കലാപത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന്റെ ശത്രുക്കളുടെ പ്രേരണയാൽ ഒരു കൂട്ടം ആളുകൾ വ്യവസായികളുടെയും കടയുടമകളുടെയും പിന്നിൽ നിന്നും ഇറാനെതിരെ മുദ്രാവാക്യം മുഴക്കുകയാണെന്നും എല്ലാത്തിനും പിന്നിൽ അമേരിക്കയും ഇസ്രയേലുമാണെന്നും ഖമേനി കുറ്റപ്പെടുത്തുന്നു. നേരത്തെ ഗോമിലും ഹൻസരിയിലുമായി ഒതുങ്ങി നിന്ന പ്രക്ഷോഭം എല്ലായിടങ്ങളിലേക്കും പരക്കുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെളിച്ചിലിനെതിരെ രോക്ഷം ആളിക്കത്തിച്ച പ്രസ്ഥാനത്തിന്റെ 7ാം ദിവസമായ ശനിയാഴ്ച രാജ്യവ്യാപകമായി നിരവധി നഗരങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. 2022-23 കാലഘട്ടത്തിൽ ഇറാനിൽ നടന്ന ഒരു പ്രക്ഷോഭത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണിത്. 100 കണക്കിന് പേർ കൊല്ലപ്പെടുകയും 1000 പേർ അറസ്റ്റിലാവുകയും ചെയ്ത ഒരു നടപടിയിലൂടെ അധികാരികൾ ആ പ്രതിഷേധത്തെ അടിച്ചമർത്തിയെന്ന് ആക്ടിവിസ്റ്റുകൾ പറയുന്നു. കൂടാതെ ഞായറാഴ്ച ടെഹ്റാനിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ മാർക്കറ്റിലായിരുന്നു പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. തലസ്ഥാനത്തെ സർവകലാശാലകളിലടക്കം പ്രതിഷേധം തുടർന്നു. ഇസ്ഫഹാൻ, യുനസ്, സഞ്ജൻ തുടങ്ങിയ മറ്റ് നഗരങ്ങളിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ഇറാന്റെ സെൻട്രൽ ബാങ്ക് മേധാവി മുഹമ്മദ് റസ ഫർസിൻ രാജിവെച്ചിരുന്നു. പകരം മുൻ സാമ്പത്തിക മന്ത്രി അബ്ദുൽ നാസർ ഹൊമാദിയെ സ്ഥാനത്തേക്ക് നിയമിച്ചതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തിരുന്നു. 2025 ഇറാന്റെ GDP 1.7%, 2026 2.8% കുറയുമെന്ന് ലോകബാങ്ക് പ്രവചിച്ചതോടെ സമ്പദ് വ്യവസ്ഥ നിലവിൽ മാന്ദ്യത്തിന്റെ ഭീഷണിയിലാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.